അവിട്ടം, ചതയം, പൂരുരുട്ടാതി, കാർത്തിക, രോഹിണി, മകയിരം, പുണർദം, പൂയം, ആയില്യം എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ നിങ്ങളെ വളരെയധികം ഞെട്ടിക്കുന്നതും അതുപോലെ തന്നെ നിങ്ങൾ തീർത്തും മനസ്സിൽ പോലും ചിന്തിക്കാതിരുന്നതുമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ഈ അത്ഭുത പ്രതിഭാസത്തിന് കാരണമാകുന്നത് ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ്റെ ഉദയം ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുന്നതിനാലാണ്. അപ്പോൾ ബുധൻ്റെ ഈ ഉദയം കൊണ്ട് 12 രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും വ്യത്യസ്തമായ പല മാറ്റങ്ങളും ഉണ്ടാകുമെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 3 രാശിക്കാരുടെ ജീവിതത്തിലും ഫലങ്ങൾ ഇരട്ടിയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 രാശിയിൽപ്പെടുന്ന 9 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇതിൽ ആദ്യമായി ബുധൻ്റെ ഉദയം കൊണ്ട് ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള കുംഭം രാശിയിൽപ്പെടുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുന്ന ഒരു ദിവസമായിരിക്കും. പ്രത്യേകിച്ച് ജീവിതത്തിൽ മനസ്സമാധാനക്കേടുകളും ദുഃഖങ്ങളും മാത്രം അനുഭവിച്ചു വന്നിരുന്ന ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ബുധൻ്റെ ഉദയത്തോടെ വളരെ ഭാഗ്യകരമായ ചില അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അത് നിങ്ങളുടെ ജീവിതത്തോടൊപ്പം തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തെയും മാറ്റിമറിക്കുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തികമായി വളരെയധികം തകർന്നു നിൽക്കുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികളുണ്ട്. അതായത് ഒരിടത്തു നിന്ന് കടം വാങ്ങിയ പണം തിരികെ നൽകുവാനായി മറ്റൊരിടത്തു നിന്ന് വാങ്ങേണ്ട അവസ്ഥയിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു സാഹചര്യം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട പലതും കൈവിട്ടു പോകുവാൻ തുടങ്ങുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. എന്നാൽ ബുധൻ്റെ ഈ ഉദയം നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നു ചേരുവാൻ ഇടയാക്കും. എന്നാൽ മറ്റുള്ള എല്ലാ മേഖലകളിലും നിങ്ങളിലേക്ക് നേട്ടങ്ങൾ വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ആരോഗ്യകാര്യങ്ങളിൽ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കാതിരിക്കുന്നത് വഴി ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും. അതൊഴിച്ചാൽ മികച്ച ആരോഗ്യം തന്നെയായിരിക്കും നിങ്ങൾക്ക് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ജൂൺ 13-ാം തീയതി വെള്ളിയാഴ്ച ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാഹനം സ്വന്തമാക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഇനി പ്രത്യേകിച്ച് ഈ ബുധൻ എന്ന ഗ്രഹം അറിവ്, വിജ്ഞാനം എന്നിവയെല്ലാം പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുംഭം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ പുനർപഠനവുമായി ബന്ധപ്പെട്ട് ചില നല്ല കാര്യങ്ങൾ നടക്കുകയും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ കഴിയുകയും ചെയ്യും. മാത്രമല്ല ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഭാവിയിലെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുവാനായി ചില നിക്ഷേപ പദ്ധതികൾ തുടങ്ങി വയ്ക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ഒരു ദിവസം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ബുധൻ്റെ ഉദയം കൊണ്ട് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എന്തൊക്കെ തരത്തിലുള്ള കഷ്ടതകളാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്,
അതെല്ലാം ശമിക്കുകയും നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതലായി മനസമാധാനവും സന്തോഷവും തിരിച്ചറിയുവാൻ കഴിയുകയും ചെയ്യും. ഇനി രണ്ടാമതായി, ബുധൻ്റെ ഉദയം കൊണ്ട് വളരെയധികം മെച്ചപ്പെട്ട ജീവിതാനുഭവങ്ങളിലൂടെ ഈ ജൂൺ 13 തീയതി വെള്ളിയാഴ്ച കടന്നു പോകുവാനിരിക്കുന്ന രാശിക്കാരായി വരുന്നത് കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരാണ്. ഇടവം രാശിയുടെ 11ാം ഭാവത്തിലാണ് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവം രാശിക്കാരുടെ ജീവിത മേഖലകളിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ബുധൻ്റെ ഉദയം കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലും നിങ്ങളുടെ സ്നേഹബന്ധങ്ങളിലുമായിരിക്കും. പ്രത്യേകിച്ച് വിവാഹ തടസ്സം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്നിരുന്ന കാർത്തിക, രോഹിണി, മകയിരം വരുന്ന ഇടവം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള മാറ്റം കാണുവാൻ കഴിയും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പല സങ്കടങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലും നിങ്ങളുടെ കുടുംബം ഒപ്പം നിൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതുപോലെ തന്നെ ഈ ജൂൺ 13 തീയതി വെള്ളിയാഴ്ച ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കുറച്ചധികം സമയം ചിലവഴിക്കുവാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചില വ്യക്തികളെ നേരിട്ട് കണ്ട് അവരോടൊപ്പം സന്തോഷം പങ്കിടുവാനും കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതുമായി ഫലത്തിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് ചില നേട്ടങ്ങളും ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബുധൻ്റെ ഉദയം കൊണ്ട് ഉണ്ടാകും. പ്രത്യേകിച്ച് ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും അതിൽ നിന്ന് ചില സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനുമുള്ള യോഗം ഉടൻ കൈവരും. ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജൂൺ 13 തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ദോഷകരമായി ചില കാര്യങ്ങൾ ചെയ്തിരുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാനും അവരുടെ വായിൽ നിന്ന് തന്നെ ഇതെല്ലാം ചെയ്തത് അവരാണെന്നുള്ള സത്യം കേൾക്കുവാനും കഴിയുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങൾ ഇടവം രാശിക്കാരായിട്ടുള്ള ചില ആളുകൾക്കുണ്ടാകും. അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പോസിറ്റീവായി മാത്രം കാണുക. കാരണം വീണ്ടും അവരിൽ നിന്നും ഒരു ദോഷകരമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇടവം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം മികച്ച ആരോഗ്യവും മനസമാധാനവും സന്തോഷവും ജീവിതത്തിൽ എന്തെന്നില്ലാത്ത തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അനുഭവിച്ചറിയുവാനുള്ള യോഗവുമാണ് ഈ ബുധൻ്റെ ഉദയത്തോടെ നിങ്ങൾക്ക് കൈവരുന്നത്. ഇനി മൂന്നാമതായി, ഈ ജൂൺ 13 തീയതി വെള്ളിയാഴ്ച ബുധൻ്റെ ഉദയം സംഭവിക്കുന്നതോടെ ജീവിതത്തിൽ വളരെയധികം ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ അനുഭവിച്ചറിയുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. കർക്കിടകം രാശിയുടെ കർമ്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അതിനാൽ തന്നെ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചകൾ സമ്മാനിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ ജൂൺ 13 തീയതി വെള്ളിയാഴ്ച പുതിയ ജോലിക്ക് വേണ്ടിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന കർക്കിടകം രാശിയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ആത്മവിശ്വാസത്തോടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാനും അതുപോലെ തന്നെ അതിലേറ്റവും നല്ല രീതിയിലുള്ള ഒരു വിജയം കാണുവാനും കഴിയും. അതുമാത്രമല്ല, ജോലിക്ക് വേണ്ടിയുള്ള ചില പ്രത്യേക രീതിയിലുള്ള പരീക്ഷകൾ എഴുതിയിട്ട് ഫലം വരുവാനായി കാത്തിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഇത് ശുഭസമയമാണ്. നല്ല ഒരു ജോലി ഇല്ലാത്തതിനാലും
ജോലിയിൽ സ്ഥിരതയില്ലാത്തതിനാലും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ചില കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളുണ്ട്. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ അനിശ്ചിതത്വം നിറഞ്ഞ അവസ്ഥകൾ നിങ്ങളിൽ നിന്ന് അകലുന്ന സമയമാണ് ഈ ബുധൻ്റെ ഉദയത്തോടെ ഉണ്ടാകുവാൻ പോകുന്നത്. പുതിയ ജോലി പല വ്യക്തികൾക്കും കണ്ടെത്തുവാൻ കഴിയുകയും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും പോലെയുള്ള ഉയർച്ചകൾ നിരവധി കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയത്തുണ്ടാകും. പ്രത്യേകിച്ച് ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ എത്തിപ്പെട്ടെങ്കിലും അവിടെ ഒരു ജോലി നല്ല രീതിയിൽ ലഭിക്കാത്തതിനാൽ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാർ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മനസ്സ് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെന്നില്ലാത്ത നേട്ടങ്ങൾ നിങ്ങൾ പോലും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയകരമായി വരികയും അതിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യുന്നതിനാൽ തന്നെ ഭവനത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും മനസ്സമാധാനവും സന്തോഷവുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇരട്ടിയായി ഉണ്ടാവുകയും ചെയ്യും. ഇനി ബുധൻ്റെ ഉദയം നടക്കുന്ന ഈ ഒരു സമയത്ത് കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ശമിക്കുകയും ആരോഗ്യം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുകയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ജൂൺ 13 വെള്ളിയാഴ്ച ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷകൾ വയ്ക്കുവാൻ പോകുന്ന ചില വ്യക്തികൾക്ക് അതിൽ നിന്ന് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന തരത്തിലുള്ള ചില ഫലങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നതുമായും ഫലത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികളും ഈശ്വരാധീനം കൈവിടാതെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ഗുണകരമായ കാര്യങ്ങൾ ബുധൻ്റെ ഉദയത്തോടെ വന്നു ചേരും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.